പണ്ട് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നല്ലോ. അപ്പോൾ അത് വല്യമ്പലം തിരുമനസും അമ്മാവൻ തിരുമനസും ഞങ്ങളുടെ അമ്മ ഞങ്ങളെല്ലാവരും പുറകിൽ നിന്ന് വാലായിട്ട് പോയി ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമല്ലോ. അപ്പോൾ ലെനിൻ രാജേന്ദ്രനായിരുന്നു. അപ്പോൾ അത് വല്യമ്പലം തിരുമനസിൻ്റെ ഒക്കെ ചോദിച്ചു ചിത്രാന്നുണ്ടെങ്കിൽ എങ്ങനെ. അപ്പോൾ വല്യമ്പലം വളരെ മൈൽഡാണ്, ഒന്നും ആരെയും ഒന്ന് ഹേർട്ട് ചെയ്ത് പറയുന്ന. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, സത്യം പറയണോ സത്യം അതാണ് ഒടുക്കം പറഞ്ഞു എളുപ്പ വഴി. പണ്ട് ശ്രീരാമൻ്റെ ഒക്കെ ശൂർപ്പണഖ വന്നപ്പോൾ ലക്ഷ്മണൻ്റെ ഒക്കെ പോകുമെന്ന് പറഞ്ഞ പോലെ അതുപോലെ ഒറ്റ അനിയൻ പറയും എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറി. എന്നുവെച്ചാൽ അതിൽ 3 കാര്യങ്ങളായിരുന്നു അമ്മാവനും എല്ലാവർക്കും തന്നെ തോന്നിയത്. ഒന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല, ഒക്കെ പത്മനാഭപുരം കൊട്ടാരമാണ് എടുത്തിരിക്കുന്നത് സ്വാതിനാളിൻ്റെ. പിന്നെ സ്വാതിനാളിൻ്റെ ആ തൊപ്പിയുണ്ടല്ലോ, തിരുവിതാംകൂർ തൊപ്പിയല്ല, മൈസൂർ തൊപ്പിയാണ്. അപ്പോൾ എന്തായാലും പിന്നെ അമ്മാവൻ എന്ത് പറഞ്ഞു എന്നറിയാൻ വയ്യ. വല്യമ്മാവൻ എന്തായാലും അങ്ങനെ ഒഴിഞ്ഞങ്ങ് മാറി. പിന്നെ അമ്മാവൻ അനിയൻ്റെ ഒക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞങ്ങ് പോയി. എല്ലാം ഹീസെഡ് ഇത് പറഞ്ഞു. വളരെ വളരെ നല്ല സിനിമാറ്റിക് ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ സിനിമ ഇസ് എക്സലൻറ്റ്. ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു എനി ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ. വളരെ ഭംഗിയായിരിക്കുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ അങ്ങനത്തെ കാര്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്കിയൊക്കെ അനിയൻ പറഞ്ഞോളൂ. ഇമോഷണലി വെൽ റെൻഡഡ് ആയിരുന്നു സിനിമ. 6 മാസം കൂടുമ്പോൾ പെരിന്തപ്പുറത്ത് പൂജ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ രത്നപായസം എന്നൊരു പായസമുണ്ട്. അതൊരു സ്പെഷ്യൽ പായസമാണ്. അത് ദിവസം കഴിക്കണം, ഏർപ്പാട് ചെയ്യാം. നാടകം എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ഷോട്ട് ഇല്ലല്ലോ, ഒന്ന് തെറ്റിപ്പോയാൽ തീർന്നു അവിടെ വെച്ച. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഈ കൊച്ചു കൊച്ചു നാടകങ്ങൾ ഏത് അമ്മൂമ്മ കളിച്ച അതേ സ്റ്റേജിൽ തന്നെ കളിച്ചത്. പക്ഷേ ആ കഴിവില്ലായിരുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അതിൽ ഇതുമാതിരി ആഹാരങ്ങൾ, അപ്പം നമ്മളൊക്കെ കുട്ടികളല്ലേ, ഇത് ഒന്ന് പേരിനടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ വെച്ചേച്ച് പോകണം, ആരും പോവില്ല. ഞങ്ങളവിടെ എല്ലാവരും കൂടെ ഞങ്ങളുടെ കസിൻസും എല്ലാവരും കൂടെ ഇരുന്ന് സുഖമായിട്ട് കഴിക്കുക. അപ്പോൾ ഇവിടെ ക്യൂ തെറ്റിയാലും ഇവിടെ നമ്മൾ തീർക്കുന്നില്ല. ഞങ്ങളിരുന്ന് അത് മുഴുവൻ തീർന്നിട്ടേ പോവും. പിന്നെ 2 ഉപ്പേരി ഇത്രയൊക്കെ വയ്ക്കും. അപ്പോൾ തിന്നാലും ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ അത്ര സമയം കിട്ടും തിന്നാനായിട്ട്. പക്ഷേ വേറെ വേലകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര് അക്കയുണ്ട്. എൻ്റെ കസിൻസ് ഒരു ഡോക്ടർ രവികുമാർ എന്ന് പറഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലും ഡയറക്ടർ ഓഫ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ റിട്ടയർ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ അനിയൻ ഡോക്ടർ GR നന്ദകുമാർ, പീഡിയാട്രീഷ്യൻ, കുഞ്ഞുങ്ങളുടെ ശാസ്ത്രമംഗലത്തിൽ. അംബിക, പഴയ ലളിതാ പത്മിനി രാഗിണി അംബിക. അംബിക ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ട്രൂപ്പ്. അപ്പോൾ നന്ദകുമാറിന് എന്നെയും അത്ര വഹയില്ല ആർക്കും. ഞങ്ങൾ കമ്പാരിറ്റീവ്ലി യങ്. പിന്നെ ഞങ്ങൾക്ക് പാടാൻ അറിയാൻ പറ്റും. നന്ദുവിനെ വൃത്തിയായിട്ട് പാടുന്നത്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീൻ, ഒരു പാട്ട് സീനുണ്ട്, അതിന് മുമ്പേ ഞങ്ങൾക്ക് സ്റ്റിക്കിങ് ചോക്ലേറ്റ് തന്നു. അപ്പോൾ നന്ദകുമാരൻ എനിക്ക് വാറക്കാൻ വയ്യ. ടോഫി കയ്യിലിട്ടാൽ പല്ലിങ്ങനെ ഒട്ടിയിരിക്കും. എല്ലാം റിഹേഴ്സ് ചെയ്ത് കറക്റ്റായിട്ട്. പിന്നെ അന്ന് ഈ ക്ലിപ്പ് ഓൺ മൈക്കൊന്നുമില്ല, ഈ തൂക്കിയിടുന്ന മൈക്കാ. അതിൻ്റെ മുമ്പേ നിന്ന് കറക്റ്റായിട്ട് പറയണം. കൊച്ചു കുട്ടികളല്ലേ, 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളൂ. അങ്ങനെ തെറ്റിയാ പോയില്ലേ, രണ്ടാമത് ടേക്കില്ലല്ലോ. നാടക അഭിനയത്തിൻ്റെ സ്കെച്ചിൽ തന്നെ പലപ്പോഴും പൊസിഷൻസ് എടുക്കുന്നത് മൈക്കിൻ്റെ പൊസിഷൻ അനുസരിച്ച്. വർത്തമാനം പറഞ്ഞു വരുമ്പോഴും പലപ്പോഴും മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കത്തില്ല, ഓഡിയനെ നോക്കി സംസാരിക്കുക. കാരണം തനിക്കും പെർഫോമർക്കും ഓഡിയനും ഇടയ്ക്കാണ് മൈക്ക് വരുന്നത്. അല്ലാതെ അത് പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അക്കൂസ്റ്റിക്സ് ഒക്കെ ഒരുപാട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കൂസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ലേപ്പൽ പിൻ. ഇപ്പം ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ മൈക്കേ വേണ്ട. സ്റ്റേജ് എന്ന് പറയുന്നതിനകത്ത് അവർ മൈക്ക് ഫീൽഡാക്കി വെച്ചിരിക്കുക. അപ്പം നമ്മൾ എവിടെ നിന്ന് ഏത് ലെവലിൽ സംസാരിച്ചാലും അത് സ്പീക്കറിലൂടെ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഒരു ഘനവും എല്ലാം വർദ്ധിപ്പിച്ച് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മ്യൂസിയത്തുള്ള മണ്ഡപമില്ലേ, മണ്ഡപത്തിൽ കയറി നിന്ന് സംസാരിച്ച ഒരു സ്പീക്കറിൻ്റെ എഫക്റ്റ്. അതിനകത്ത് കയറി നിന്ന് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു ചുറ്റും നിൽക്കുന്ന ഒരു 10-250 പേർക്ക് കേൾക്കാൻ പറ്റും. അത്രയും ഒന്ന് മാഗ്നിഫൈ ചെയ്താണ്. പ്രസംഗമാണെങ്കിലും എല്ലാം. അതെ, അതിനകത്ത് കയറിയുന്ന രഹസ്യം പറയാൻ പറ്റില്ല എന്നുള്ളത്. ഞങ്ങൾ റെഡിയായിട്ടിരിക്കുക പാട്ട് കേൾക്കാൻ. പായസം കുടിക്കുന്നതിനിടയ്ക്ക് പാടി അപ്പോൾ കുറെ കൂടെ മധുരമാവും. ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജ
ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ 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 ഭജനം ചെയ്വിൻ കൃഷ്ണപാദം 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 ബന്ധുനമൂക്കതുതാൻ സുജനങ്ങളെ ബന്ധുനമൂക്കതുതാൻ സുജനങ്ങളെ ഭവജലനിധിബോധം സദാ ബന്ധുനമൂക്കതുതാൻ സുജനങ്ങളെ ഭവജലനിധിബോധം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം 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 കൃഷ്ണപാദം. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഉണ്ട്, ഞങ്ങളുണ്ട്, ഇവിടുന്ന് കൊച്ചിക്ക് പോവുക. അപ്പോൾ കൊച്ചി ചെന്നപ്പോൾ ഈ പെട്ടിയൊക്കെ വലിയ പൊക്കത്തിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്തൂല ഇത് എടുക്കാൻ. ഇവിടെ ആരോ കൊണ്ടുവന്ന് കയറ്റി വെച്ചു. പെട്ടി താഴോട്ട് എടുക്കാൻ എത്തൂല. അപ്പോൾ പാവം ഒരു ദയവ് തോന്നി ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. തമ്പുരാട്ടി എടുക്കണ്ട, ഞാൻ താഴെ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുരേഷ് ഗോപി പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പുറമെ നിന്ന് 2 സ്ത്രീകൾ തോന്നി, ഇതാരാ ഈ സ്ത്രീകൾ? സുരേഷ് ഗോപി പെട്ടി എടുക്കുന്ന സ്ത്രീകൾ ആരാണ്? അപ്പോൾ എല്ലാവർക്കും അന്വേഷണം ഞങ്ങളെ ആരാണെന്ന്. ഓർമ്മയുണ്ടോ അത്? ഓർമ്മയുണ്ട്. വേറൊരു കഥ ഞാൻ പറയാം. എൻ്റെ മകൻ്റെ കഥ. അമ്മ മഹാറാണി 2 പ്രാവശ്യം സംഭവിച്ചു. ഒരിക്കൽ ഫ്ലൈറ്റിലും സംഭവിച്ചു, ഒരിക്കൽ ഇതേ വേനാട് എക്സ്പ്രസ്സിലും സംഭവിച്ചു. അവനന്ന് കഷ്ടിച്ചും 2 വയസ്സോ 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് ആരാ മുത്തശ്ശി? അങ്ങനെ ഒരു ലൈനിലാണ് സംസാരിക്കുന്നത്. ഈ മുത്തശ്ശി ആരാ? ഇവിടുത്തെ ക്വീനാണ്, മഹാറാണിയാണ്, പാലസിൽ. പാലസ് ഉണ്ടോ? അപ്പം പറഞ്ഞ് പാലസ് ഉണ്ട്, കബഡിയാറില്ല, നമ്മളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. അപ്പോൾ അമ്മ മഹാറാണി കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അമ്മ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പടിയിൽ അവിടെ വന്ന് നിന്നു, അമ്മൂമ്മ ഞാൻ പിടിച്ചിറക്കാം, കൈ തരൂ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി. അപ്പോൾ അവനത് താങ്ങാനും നോക്കത്തില്ല. അപ്പോൾ അത് പിന്നീട് ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് അമ്മ മഹാറാണി പറയുകയുണ്ടായി, എനിക്ക് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൈ നീട്ടിയ ആ കുട്ടി എത്രയായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരിക്കൽ ഫ്ലൈറ്റിൽ ചെന്നൈയിൽ ചെന്നിറങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു. അപ്പോഴും ഇതേ ആൾ തന്നെ ചെന്നിട്ട് മുത്തശ്ശി ഞാൻ ഇറക്കാം, വരൂ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ചെന്ന്. എനിക്കതൊരു കാരണം ഞങ്ങളെയൊക്കെ പിടിക്കാം. അത് ഗോകുലാണ്. അത് ഗോകുല് ചെറിയ ആളാ, ഉള്ളരും കൊച്ചാള്. ചെറിയ ആളെ അന്ന് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എടുത്തോണ്ട് നടക്കുന്ന പ്രായമാണ്. ഞങ്ങൾ കടുവ കാണിക്കാനൊക്കെ എടുത്തോണ്ട് പോയി. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞൊരു പ്രൈം മിനിസ്റ്ററോ വല്ലതും ആവുന്നു. പേരിട്ടിരിക്കുന്ന തന്നെ എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരായിട്ടിരിക്കുന്നത് മാധവൻ IPS ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമയിൽ എനിക്കൊരു സ്റ്റാർഡം ശരിക്കും സപ്പോർട്ട് ചെയ്ത സിനിമ അതാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമാണ് ഞാൻ ആകേണ്ടത്. എനിക്ക് സിനിമയിൽ ഒരുപാട് തവണ ആവാൻ പറ്റും ഒരു IPS ഓഫീസർ ആവണമെന്നുള്ളത്. എനിക്ക് സിനിമയിൽ ഒരു പക്ഷേ പോലീസിന് ഒരു പുതിയ മുഖം, നിറം, ഗന്ധമൊക്കെ നൽകാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ റൈറ്റേഴ്സിൻ്റെ ഗുണമാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള നന്മയുള്ള പോലീസ് ഒരുപക്ഷെ ഈ സമൂഹം ഇച്ഛിക്കുന്ന, അർഹിക്കുന്ന നന്മയുള്ള പോലീസ് എന്ന് പറയുന്നതിനിടയ്ക്കുള്ള ഒരു 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 കൊളാഷാണ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എല്ലാ പോലീസ് വേഷങ്ങളും. അല്ല, പോലീസുകാർ നല്ലതല്ല, പക്ഷെ അവർക്ക് ഒരുപാട് ഒരാൾ മതി.
ഒരാൾ മതി മൊത്തം ഫോഴ്സിനെ അല്ല ചീത്തയാക്കാൻ. മാത്രമല്ല എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതലായി പോയി, ചെയ്തില്ലെങ്കിൽ നിഷ്ക്രിയം. ഭീകരമായ മർദ്ദനം, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലീസിന്റെ അനാസ്ഥ. അപ്പൊ എന്തുകൊണ്ടല്ല അവർക്ക് കഷ്ടകാലമാ പോലീസ്. അല്ല, കലാപം പലപ്പോഴും ഉണ്ടാകുമ്പോൾ അത് ആ കലാപബാധിത പ്രദേശം എന്ന് പറയുന്നതിനൊരു ക്ലീൻ ലൈൻ വരച്ച് തീ അണയ്ക്കുമ്പോഴും നമ്മൾ തീയിൽ പോയി അണയ്ക്കത്തില്ലല്ലോ. തീ കടന്ന് കയറാൻ സാധ്യതയുള്ള തീയിൽ നിന്ന് വളരെ സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ചാലുണ്ടാക്കി വെള്ളം നിറയ്ക്കുക, ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ അനുവദിക്കുക, അങ്ങനെയാണ് വരുന്നത്. ഈ കലാപത്തിൻ്റെ ഒരു സ്പ്രെഡിങ് ഔട്ട് തടയാൻ വേണ്ടിയും അതേ മെക്കാനിസമാണ് എപ്പോഴും പോലീസിന് അല്ലെങ്കിൽ പട്ടാളത്തിനുള്ളത്. ഒരു സേഫ് ഡിസ്റ്റൻസ് എടുത്ത് ഒരു ലൈൻ വരച്ച് അതിനിപ്പുറം കലാപം പടരില്ല എന്ന് ഉറപ്പ് വരുത്തും. ഈ വെടിവെപ്പായാലും ലാത്തി ചാർജ് ആയാലും ജലപീരങ്കി ആയാലും ഒക്കെ ആ ഒരു ലിമിറ്റ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കലാപം ഒരുപക്ഷെ ഒരു വെടിവെപ്പിലൂടെ അവിടെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഇത് കടന്നു കയറി ട്രിവാൻഡ്രം സിറ്റിയെ മുഴുവൻ കീഴ്പ്പെടുത്തും, കേരളം മുഴുവൻ കത്തിയമരും എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കെതിരെയാണ് സത്യത്തിൽ നിയമപാലകർ ആയുധവും എടുത്തിറങ്ങുന്നത്. അവർക്ക് കിട്ടുന്നത് സസ്പെൻഷൻ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക. ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു സ്ഥലം മാറ്റത്തിൽ അയാൾ അവിടെ പോയി ഇതേ ജോലി ചെയ്യണം. പക്ഷെ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ താളമാണ് തെറ്റിപ്പോകുന്നത്. സുഖമില്ലാത്ത ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയെ നോക്കുന്നതിന് ആളിനെ ഏർപ്പാട് ചെയ്യാൻ, കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ വീട്ടിലെ പകുതി ജോലി ഭർത്താവാണ് നോക്കുന്നതെങ്കിൽ ഇതെല്ലാം ഡിസ്റപ്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെക്കാനിസംസ് ആ വ്യക്തി അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൈക്കൂലി വാങ്ങുന്നതിന് പ്രേരണ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു 100% ഇത് തന്നെയാണ്. ബാധ്യതകൾ ഒരുപക്ഷെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ ട്രാൻസ്ഫർ പോലെയുള്ള സംവിധാനങ്ങളിൽ അടിയേറ്റ് വീഴുമ്പോൾ അതിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള മെക്കാനിസമായിട്ടാണ് എപ്പോഴും ബ്രൈബ്സ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എഡ്ഗർ വാലസ് ഒരു സാഹിബ് ഉണ്ടായിരുന്നു, 2 കാര്യമാണ് ചെയ്തു. വെരി ഫാറ്റ് മാൻ. അപ്പോൾ ഇദ്ദേഹം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, എഡ്ഗർ യു ലിവ് ലൈക്ക് ദിസ് യു വിൽ ഡൈ, യു ടു ഫാറ്റ്. സോ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്ന കാറിൽ പോകാൻ പാടില്ല, കാർ അയച്ചു നടന്ന് വീട്ടിൽ പോകണം, അപ്പോൾ കുറച്ച് സുഖം കിട്ടും. ഒരു ദിവസം നോക്കി ശരിയാവില്ല, കാർപ്പൻ്ററെ വിളിച്ചു, എഴുതുന്ന ഡെസ്ക് ഇരിക്കാൻ വയ്യ, ഈ വയറ് തട്ടും, അതുകൊണ്ട് അതിനെ ഇങ്ങനെ വളച്ച് വെട്ടി, അതാണ് കിഡ്നി ഷേപ്ഡ് റൈറ്റിംഗ് ടേബിൾ, വലിയ പേരായി, ലോകത്ത് മുഴുവൻ പേര് കിട്ടി. രണ്ടാമതായിട്ട് പുസ്തകം എഴുതി, ദി 4 ജസ്റ്റ് മെൻ. വൈകുന്നേരം ആകുമ്പോൾ ഈ 4 പേരും ഒരുമിച്ച് കൂടും. ഇന്ന ദിക്കിലുണ്ട് മോശമായിട്ട് കാര്യം നടക്കുന്നു, അവർ പോയി അന്വേഷിക്കും, ആളെ കണ്ടുപിടിക്കും, അവരെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് വയ്ക്കും, പോലീസ് ഏൽപ്പിച്ചേക്കും, അവരെല്ലാം പ്രയായിരിക്കും. അപ്പോൾ നമ്മളുടെ ജനങ്ങൾ തന്നെ, പൗരന്മാർ തന്നെ നമ്മൾ ഡിഫിക്കൽട്ടീസിനെ സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. വലിയൊരു റിമാർക്കബിൾ പുസ്തകം അയച്ചു തരാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം നന്നാവും. പണ്ട് രാവിലെ ഞാൻ കോലി പോകുമ്പോൾ കതവ് തുറന്ന് മിറ്റം തൂത്തിട്ട് ചാണകം വഴി കോലം ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ കതവ് തുറക്കുന്നേ ഉള്ളൂ. രാവിലെ ചെയിൻ സ്നാച്ചിങ് ഒക്കെ ഉപദ്രവമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല ആരും? അതാണ് സങ്കടം. ഈ ബ്രാഹ്മമുഹൂർത്തം ശരിക്കും കാലത്ത് 3:45 തുടങ്ങി ഏതാണ്ട് 5:50 5:55 വരെയുള്ള സമയത്ത് ഈ പണ്ടത്തെ കൺസെപ്റ്റ് വെച്ച് ഡീമൺസിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന സമയം എന്നാണ് പറയുന്നത്. ഇന്നത് ജേംസാണ്. അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ ഒരു ദിവസത്തെ ശ്വാസോച്ഛ്വാസം, മെഷീൻസിൽ നിന്നുള്ള എക്സോസ്റ്റ്, പിന്നെ വാട്ടർ പാർട്ടിക്കിൾസ് എല്ലാം കൂടി സ്കം എടുത്തുകൊണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഇതിനെല്ലാം ഇല്ലാതാക്കുന്ന ആദ്യത്തെ സൂര്യകിരണം, അൾട്രാ വയലറ്റ് റേസ് വന്ന് അതിനെ ഇല്ലാതാക്കുന്ന സമയത്തുള്ള കാറ്റ് വീടിനകത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞ് തുറന്നിടണം എന്ന് പറയും. പക്ഷേ ഇന്ന് തുറക്കാനൊക്കത്തില്ല. ഒരു 8 മണിക്ക് പോലും വീടുകളിലേക്ക് ആക്രമിച്ച് കടന്ന് വയസ്സായവരെ ഇല്ലായ്മ ഉപദ്രവിക്കുക, പിന്നെ സ്വത്തും ജീവനും കവർന്നു കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക് മാറിപ്പോയി രാജ്യം. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ആരെങ്കിലും വാതിലടച്ചിട്ടുണ്ടോ? രാവിലെ തുറന്നിട്ടാ രാത്രി അടയ്ക്കുക. ഇപ്പം എല്ലാം അടച്ചു കുറ്റിയിട്ടാ ഇരിക്കുന്നത്. ലോകത്തൊരേ ഒരു സ്ഥലമേ ഉള്ളൂ വാതിലും ജനലും ഇല്ലാത്ത വീടുകളുള്ളത്. അറിയാതെ എവിടെയാണ്? ശനി ഷിംഗ്നാപൂർ. ശനി ഷിംഗ്നാപൂർ ഈ അമ്പലം നിൽക്കുന്നില്ലേ ശനീശ്വരൻ, ആ ഗ്രാമം മുഴുവൻ ജനലും വാതിലും ഇല്ല, ബാങ്കിന് ലോക്കില്ല, അങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഷണമില്ലാത്ത
മോഷ്ടാക്കളില്ലാത്ത ഒരു രാജ്യമാണ്. ഇത് കേട്ടുകൊണ്ട് ആരും ഇനി മോഷ്ടാക്കൾ കുറച്ച് പേര് സംഘം ചേർന്ന് അവിടെ ചെല്ലാമെന്ന് വിചാരിക്കണ്ട. അവിടുത്തെ ജനങ്ങൾ, പോലീസിനെയും ഞാൻ കണ്ടില്ല, ഭയങ്കര വിജിലാണ്. അനാവശ്യമായിട്ട് ഒരു റോഡിൽ ഒരു കാർ വന്ന് നിന്നാൽ അപ്പം തന്നെ ഒരു 10 പേരും ചുറ്റും വരും. എത്ര നല്ല കാര്യമാണ്. പിള്ളേരടക്കം രാത്രി സമയത്തൊക്കെ ഈ വിജിലുണ്ട്. അതൊരു മര്യാദ പോലെ, ഒരു ജീവിതചര്യ പോലെ അവിടുത്തെ ഗ്രാമീണവാസികൾ മുഴുവൻ ഇതൊരു സ്ട്രിക്റ്റ് കണ്ടക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്.